ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ആദ്യമായിട്ട് എടുത്തൊരു വണ്ടിയാണ് ഇരിക്കുന്നത്. ഇതൊന്ന് റീസ്റ്റോർ ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും കൊടുത്തേക്കാൻ പറഞ്ഞ വണ്ടിയാണ്, കാരണം തുരുപ്പും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ ചേസ് പെയിൻറ്റിങ് കഴിഞ്ഞ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പാർട്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്താൽ മതി. പാർട്സൊക്കെ ഞാൻ നമ്മുടെ ഒറിജിനൽ തന്നെയാണ് മേടിച്ചിട്ടിരിക്കുന്നത്. നമ്മുടെ ഹീറോയുടെ ഷോറൂമിൽ നിന്നാണ് മേടിച്ചത്. ഹീറോ ഹോണ്ട വണ്ടി എന്നും വാല്യൂ ഉള്ളത് തന്നെയാണ്. മൈലേജിൻ്റെ കാര്യത്തിൽ ഇവന്മാർ ഒരുപടി മുന്നിലാണ്. മറ്റു വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് വലിയ മെയിൻ്റെനൻസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇദ്ദേഹത്തെ കണ്ട് നല്ല പരിചയം ഉണ്ടായിരിക്കാം. നമുക്ക് ചാക്കോച്ചന് ഈ ഇടയ്ക്ക് അനിയത്തിപ്രാവിലെ വണ്ടി കൊടുത്ത ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു വണ്ടി. ഇദ്ദേഹം നമ്മുടെ ഹീറോ ഷോറൂമിൽ നിൽക്കുമായിരുന്നു. ഇപ്പോൾ സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പ് സെറ്റ് ചെയ്ത് മറ്റു വർക്കുകളും കാര്യങ്ങളായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു. അപ്പം നമുക്ക് ഇതിൻ്റെ പാർട്സ് എല്ലാം നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇനി വണ്ടി സെറ്റ് ചെയ്താൽ മതി. ബാക്കി പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇറങ്ങുന്ന ഹീറോയെ അപേക്ഷിച്ചും നമ്മുടെ ഹീറോ ഹോണ്ട വണ്ടികൾക്ക് ഭയങ്കര റീസെയിൽ വാല്യൂ ഉള്ളതാണ്. വണ്ടി പുള്ളി പറഞ്ഞ പോലെ തന്നെ 2 ദിവസത്തിനകം തന്നെ വണ്ടി സെറ്റാക്കി പുള്ളി എനിക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് പാച്ച് വർക്ക് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വണ്ടി പെയിൻറ്റിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം വണ്ടി നമ്മുടെ കയ്യിൽ കറക്റ്റായിട്ട് പറഞ്ഞ ഡേറ്റിൽ തന്നെ പുള്ളി തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ പണി തിറക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി പുള്ളിയുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. അല്ലെങ്കിൽ നേരിട്ട് വന്ന് നമ്മുടെ ആലപ്പുഴ പൂന്തോപ്പ് ജംഗ്ഷൻ്റെ അടുത്ത് രാമവർമ്മ ജംഗ്ഷൻ അവിടെ വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ ഗ്യാരേജ് കാണാം. ഇദ്ദേഹം വർഷങ്ങളായിട്ട് ഹീറോ ഹോണ്ട ഷോറൂമിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ പരിചയസമ്പത്ത് ഇദ്ദേഹത്തിന് വേണ്ടുവോളമുണ്ട്. അതുപോലെ ചെയ്യുന്നവർക്ക് ഉത്തരവാദിത്തോടെ ചെയ്തു തരികയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ വണ്ടി 100% അതിൻ്റെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ പുള്ളി പക്കായിട്ട് നീറ്റായിട്ട് പുള്ളി അത് ചെയ്തു. അനിയത്തിപ്രാവിൻ്റെ 25ാം വാർഷികത്തിനാണ് ചാക്കോച്ചൻ ഈ വണ്ടി കാണുന്നത്. അങ്ങനെ പുള്ളി ബോണിച്ചേട്ടനെ വിളിക്കുകയും അതേപോലെ ആ വണ്ടി എനിക്ക് വേണമെന്ന് പറയും. അതിന് പകരമായിട്ട് ബോണിക്ക് എന്താണെന്ന് വെച്ചാൽ ഏത് വണ്ടിയാണെന്ന് പറഞ്ഞാൽ മതി, അങ്ങനെ തരാമെന്നാണ് പറഞ്ഞു. അങ്ങനെ പുതിയ വണ്ടി പുള്ളിക്ക് എടുത്തു കൊടുക്കുകയും അങ്ങനെ അവരത് കൈമാറ്റം ചെയ്യുകയും ചെയ്യും. അപ്പോൾ പുള്ളിയുടെ ഗ്യാരേജ് വരുന്നത് നമ്മുടെ ആലപ്പുഴ രാമവർമ്മ ജംഗ്ഷനിലാണ്. അപ്പം ആക്റ്റീവ ഇതുപോലുള്ള CD ലക്സ് അങ്ങനെയുള്ള മറ്റു വണ്ടികളൊക്കെ പണിയണമെങ്കിൽ ബോണിച്ചൻ്റെ ഗ്യാരേജിൽ ചെന്ന് കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് പുള്ളി അത് ചെയ്തു തരും. അപ്പോൾ എൻ്റെ ഈ വണ്ടി ഷോറൂം കണ്ടീഷൻ ലെവലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യണമെങ്കിൽ പുള്ളിയായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അത് പുള്ളിയുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.